ഹായ് ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കലാത്തിയ അല്ലെങ്കിൽ പ്ലെയർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ കെയറിങ്ങും അതേപോലെ തന്നെ പ്രൊപ്പഗേഷനും അതിൻ്റെ റീപോർട്ടിങ്ങും എന്നുള്ളതൊക്കെയാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. പിന്നെ ഞാൻ ഈ പ്ലാന്റുകൾ മാറ്റി നടുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി നോക്ക്, എന്തൊരു ഭംഗിയാണല്ലേ ലീഫുകളൊക്കെ കാണാൻ. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വരച്ച് വെച്ചതുപോലെയാണ് ഈ പ്ലാന്റുകളുടെ ലീഫുകളൊക്കെ. അതേപോലെ ഇതിൻ്റെ ബാക്ക് വശം ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. കലാത്തിയ ഒരുവിധം പ്ലാന്റ്സുകൾക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ കലാത്തിയ പ്ലാന്റിൻ്റെ ഭംഗി അത്രക്കുമാണ് കേട്ടോ. ലീഫുകളുടെ ലീഫുകളുടെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ വാങ്ങി വളർത്താറുള്ളത്. കലാത്തിയകൾ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതൊരു മറ്റൊരു വെറൈറ്റിയാണ്. നല്ല അടിപൊളി കളറാണ്. നല്ല ഡാർക്ക് ഗ്രീനിൽ സിൽവർ ഒന്നും പറയാൻ പറ്റില്ല, വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ലീഫുകളാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശവും പർപ്പിൾ കളറാണ്. ഒരുവിധം പ്ലാന്റുകളൊക്കെ അങ്ങനെ പർപ്പിൾ കളറാണ്, പക്ഷേ ഗ്രീൻ കളറിലും ഉണ്ട് കേട്ടോ. ഇതും ഒരു കലാത്തിയാണ്. ഇത് വലിയ ലീഫുകളായിട്ട് വരും കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് ബിഗ് സൈസിലാണ് ഇതിൻ്റെ ലീഫുകൾ വരാറുള്ളത്. അതിൻ്റെ ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. പിന്നെ കലാത്തിയകൾ നമുക്ക് കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗത്തൊന്നും വെച്ച് കൊടുക്കുക ഒരിക്കലും പാടില്ല. ഒരിക്കലും സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് അല്ല കേട്ടോ. പിന്നെ ഇത് മറ്റൊരു കലാത്തിയാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് വശം ഇതേപോലെ തന്നെയാണ്, പർപ്പിൾ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ. പുതിയ തൈകളൊക്കെ വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 4-5 തൈകളുണ്ട് കേട്ടോ. ഇത് മാറ്റി നടുന്ന ഇതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏത് പോട്ടി മിക്സ് കൊടുക്കണം നമ്മൾ മാറ്റി നടുമ്പോൾ എന്നുള്ളതും കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ കലാത്തിയ പ്ലാന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതൊരു മറ്റൊരു വെറൈറ്റിയാണ്. നല്ല വൈറ്റ് ലൈനാണ് ഇതിലൂടെ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനൊരു വേറൊരു ഷെയ്ഡും കൂടെ ഈ ഒരു ലീഫിൽ വരാറുണ്ട് കേട്ടോ, ഒരു പിങ്ക് കളറ്. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. കലാത്തിയൊക്കെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് കുറച്ച് ഹൈറ്റിൽ വരുന്ന ഒരു കലാത്തിയ പ്ലാന്റാണ്. ഇത് മറ്റൊരു കലാത്തിയ പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ലോങ് ലീഫുകളാണ്. അതേപോലെ ഹൈറ്റിൽ വളർന്നു വരാറുണ്ട് ഈ ഒരു പ്ലാന്റ്. മഴക്കാലമായാലും നല്ല ഭംഗിയിൽ തൈകളൊക്കെ ആയിട്ട് വരും കേട്ടോ. മഴ കൊള്ളിക്കണം. നമ്മൾ മഴ കൊള്ളാത്ത ഭാഗത്തൊക്കെയാണ് നിങ്ങളെ കലാത്തിയ പ്ലാന്റ്സുകൾ ഇരിക്കണതെങ്കിൽ മഴയുള്ള സ്ഥലത്തേക്ക് നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ആർത്ത് വളരും മഴ കൊണ്ടാൽ. അതേപോലെ തന്നെ തൈകളും പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് കാണാം. ഇതും ഒരു കലാത്തിയാണ് കേട്ടോ. ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. നല്ലൊരു വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റിൽ ഇടുന്നതാണ്. ഇത് മറ്റൊരു കലാത്തിയാണ് കേട്ടോ. കലാത്തിയ പീക്കോക്ക്. ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഭംഗി. നല്ല ഡാർക്ക് ഗ്രീനും അതേപോലെ സിൽവറും ഒക്കെ ആയിട്ട് ഒരു ഗ്ലേസിങ്ങും കൂടെയാണ് കേട്ടോ ഈ ഒരു ലീഫിന്. ഇതൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് കാണാൻ വളരെ രസമാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞ് തൈയാണിത് കേട്ടോ. അങ്ങനെ പല വെറൈറ്റീസും കലാത്തിയ പ്ലാന്റുകളിലുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടെങ്കിൽ ഇതിൻ്റെ പോട്ടി മിക്സും റീപോർട്ടിങ്ങും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കണ്ടല്ലേ നേരത്തെ പിങ്ക് കളറ്, അതിൻ്റെ ഒരു വ്യത്യസ്തമായ പ്ലാന്റാണ്. ചെറുതായിട്ട് അതിൽ പിങ്ക് കളർ വരാറുള്ളൂ. ഇത് മറ്റൊരു പ്ലാന്റാണ് കലാത്തിയ. ഇതിൻ്റെ ബാക്ക് വശം ഗ്രീൻ കളറാണ്, പക്ഷേ ഇതൊരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ. അത് നമുക്ക് ഫീൽ ചെയ്യുക തൊട്ട് നോക്കുമ്പോൾ. പിന്നെ ഒരു ലോങ് ലീഫാണ്, കാളി ടൈപ്പാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കേട്ടോ. ചുരുണ്ടിട്ടുള്ളൊരു ലീഫാണ്. അപ്പോൾ എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനല്ലേ. ഒരുപാട് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഇതിലും ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിൻ്റെ പ്ലാന്റുകളൊക്കെ ഞാൻ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിലതിലൊക്കെ തൈകളുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ തൈകൾ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് കൂടുതൽ തൈകളായിട്ടൊക്കെ വരാറുള്ളത്. വേഗം വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതേപോലെ ഇത് കണ്ടോ, ഇത് നല്ല ഡാർക്ക് കളറിൽ ബ്ലാക്ക് കളറിൽ ഒരു പിങ്ക് ലൈനും അതേപോലെ ഒരു ലീഫിൽ തന്നെ മറ്റൊരു ലീഫ് വരച്ചതുപോലെയാണ് കണ്ടോ. ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കാണുന്നത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ കാണാൻ, കലാത്തിയകൾ.
പിന്നെ കലാത്തിയ പ്ലാന്റ്സുകൾക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ വളങ്ങളൊന്നും ഈ ചെടികൾക്ക് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. വളങ്ങൾ കൂടിപ്പോയാലും ഈ പ്ലാന്റുകൾ നശിച്ചു പോകാറുണ്ട്. ഇത് മറ്റൊരു കലാത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ തന്നെയാണ് ഈ ഒരു പ്ലാന്റും. ഇതൊരു മറ്റൊരു കലാത്തിയാണ് കേട്ടോ. അതിൻ്റെ തൈകൾ ഒരുപാടുണ്ടായിരുന്നു, ഒക്കെ സെയിലായിട്ടുള്ളതാണ്. ഇനി ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. കലാത്തിയ പ്ലാന്റുകൾക്ക് കൊടുക്കാനുള്ള വളം എന്ന് പറഞ്ഞാൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് മാത്രം മതി. മറ്റൊരു വളങ്ങളും ഇതിൽ ചേർക്കേണ്ടതായിട്ടില്ല. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സാഫും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനായിട്ട്. അത്ര മാത്രം മതി ഈ ഒരു കലാത്തിയ പ്ലാന്റ്സുകൾക്കുള്ള പോട്ടി മിക്സ്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഇതിന് വെളിച്ചം കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. നല്ല വെളിച്ചമുള്ളൊരു ഭാഗത്ത് തന്നെ ഈ പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് തട്ടാനും പാടില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ലീഫുകളൊക്കെ വളരെ ബിഗ് ആയിട്ട് വരുന്ന ലീഫുകളാണ് കേട്ടോ, നല്ല ഹൈറ്റിലും. അതേപോലെ തന്നെ നല്ല കാണാനും നല്ല സിൽവർ മാത്രം കളറാണ് ഈ ഒരു കലാത്തിയക്കുള്ളത്. അപ്പോൾ ഇതിലും തൈകളൊക്കെ മാറ്റി വെക്കാനായിട്ടുണ്ട്. ഇനിയെല്ലാം ഞാൻ തൈകൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിനെ പ്രയർ പ്ലാന്റ് എന്ന് പറയാൻ കാരണം രാത്രിയായി കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ നമ്മൾ പ്രയറായിട്ട് നിൽക്കും പോലെ കൈ കൂപ്പി നിൽക്കുന്നത് പോലെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഉണ്ടാവാറുള്ളത്. രാത്രി സമയങ്ങളിൽ അങ്ങനെയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റുകൾ കാണാറുള്ളത്. അപ്പോൾ പകൽ സമയത്ത് ഇത്രയും വിടർന്ന് നിന്നിരുന്ന ഒരു പ്ലാന്റ് രാത്രിയിൽ എങ്ങനെ നിൽക്കുന്നതെന്നും കൂടെ നമുക്ക് കാണാം കേട്ടോ. ഇതിപ്പോൾ വളരെ വികസിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ രാത്രി ആയപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇലകളൊക്കെ ഇങ്ങനെ കൂമ്പിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രയർ പ്ലാന്റ് എന്ന് ഈ പ്ലാന്റിനെ വിളിക്കാൻ കാരണം. ഞാൻ ഫസ്റ്റിൽ കാണിച്ചൊരു പ്ലാന്റില്ലേ ഫ്ലവർ ആവുമെന്ന് പറഞ്ഞ ആ ഒരു കലാത്തിയാണിത് കേട്ടോ. അതിലൊരു വയലറ്റ് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കലാത്തിയ പ്ലാന്റുകളെല്ലാം തന്നെ നല്ല മഴ ഉള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ കൊള്ളണം. എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് മഴ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്ന സമയത്ത് മാത്രം നമുക്കത് വെള്ളം കിട്ടുന്ന വെള്ളം. അപ്പോൾ പ്ലാന്റുകളെല്ലാം തന്നെ മഴവെള്ളമൊക്കെ നനഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പിങ്ക് പ്ലാന്റ് ഒന്ന് മാറ്റി നട്ടു കൊടുക്കുക. അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു 4 പ്ലാന്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് പറിച്ചെടുക്കാതെ തന്നെ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ പോർഷൻ നോക്കിയിട്ട് കത്തി വെച്ച് ഒന്ന് താഴ്ത്തി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് മുഴുവനായിട്ടും പറിച്ചെടുക്കണ്ട, അങ്ങനെ എടുത്താലും മതി. ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പുതിയ ഷൂട്ടുകളൊക്കെ ഇനിയും വരുന്നുണ്ട്, അതിലിനിയും തൈകളൊക്കെ വന്നോളും. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ. 3 ലീഫുകൾ, 2 ലീഫുണ്ട്, മൂന്നാമത്തൊന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്ലാന്റ്. ഇനി നമ്മൾ ഈ മഴ സമയത്ത് ഇത് മാറ്റി വെച്ച് കൊടുത്താൽ വേഗം വേരുകളൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് 2ാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതിൽ നമുക്ക് സാഫും കലക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് 3ാമതുള്ളൊരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റ് ഞാൻ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ പോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മണ്ണും മണലും ഇത്തിരി കൊക്കോപ്പീറ്റ്, അതായത് ചകിരിയുടെ പൊടി, അത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വളങ്ങളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൽ നട്ടു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല വെയിലില്ലാത്തൊരു ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ. പൊതുവേ വെയിൽ പറ്റില്ല ഈ ചെടിക്ക്. അപ്പോൾ മാറ്റി നടുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വെയിലും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് ഒരാഴ്ചയോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് ലിക്വിഡ് വളങ്ങളായിട്ടും നമുക്ക് കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. വളങ്ങൾ പിന്നീട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.